ദ സ്മൈൽ മാൻ ശ്യാം ആൻഡ് പ്രവീൺ ചേർന്ന് സംവിധാനം ചെയ്ത് ശരത് കുമാർ, സിജ റോസ്, ജോർജ് മരിയൻ, ശ്രീകുമാർ, ഇനിയ തുടങ്ങിയവർ അഭിനയിച്ച ഈ തമിഴ് ക്രൈം ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ആളുകളെ കൊന്ന് അവരുടെ വായ് ഇങ്ങനെ വലിച്ചു കീറി ചിരിപ്പിക്കുന്ന അവസ്ഥയിൽ ശരീരം ഉപേക്ഷിച്ചു പോകുന്ന ഒരു സീരിയൽ കില്ലർ. ഈ കൊലയാളിയുടെ പിന്നാലെ പോയ അൽസൈമേഴ്സ് ബാധിച്ച ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കില്ലറെ പിടിച്ചോ എന്നുള്ളതാണ് ഈ സിനിമ പറയുന്നത്. ഇത് സ്പോയിലർ ഒന്നുമല്ല, ട്രെയിലർ ഉള്ളതാണ് കേട്ടോ. ശരത് കുമാറിന്റെ 150ാമത്തെ സിനിമയാണിത്. പോർതൊഴിൽ പോലൊരു കിടിലൻ ത്രില്ലർ സിനിമയ്ക്ക് ശേഷം വന്നതാണെങ്കിലും അദ്ദേഹത്തിന്റെ ഈ പടത്തിന് യാതൊരു ഹൈപ്പും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ തന്നെ ഇന്നലെ ബുക്ക് മൈ ഷോയിൽ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു പടം റിലീസ് ആവുന്നുണ്ടെന്ന് തന്നെ അറിഞ്ഞത്. സിനിമ ഒട്ടും മുഷിപ്പിക്കുന്നില്ല, ആകാംക്ഷയൊക്കെ നൽകി നമ്മളെ ഒറ്റയടിക്ക് ഇങ്ങനെ കണ്ടു തീർക്കാനായിട്ട് പിടിച്ചിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ആദ്യം തന്നെ പറയാനുള്ളത്. കഥയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ സിനിമയിൽ ഉള്ളൂ എന്നുള്ളതും ഒരു വലിയ പോസിറ്റീവാണ്. അനാവശ്യമായിട്ടുള്ള പാട്ടുകളോ ചുമ്മാ ചളിച്ച കോമഡിയോ അങ്ങനെയൊന്നും പടത്തിൽ ചേർത്തിട്ടില്ല. എങ്കിലും ചില എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ, അത് ഞാൻ നെഗറ്റീവിൽ പറയാം. ഈ സൈക്കോ കില്ലറിന് ക്ലീഷേ ബാക്ക് സ്റ്റോറി ഒന്നും ഇല്ലാത്തതും നന്നായി. പൊതുവെ ഇത്തരം പടങ്ങളിൽ ട്രോമയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ളത് ക്ലീഷേ ആണെങ്കിലും അൽസൈമേഴ്സ് ബാധിച്ച ഒരാളുടെ അതിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അയാൾ കേസ് അന്വേഷിക്കുന്നത് നൈസായിരുന്നു. പെർഫോമൻസിൽ CBCID ഓഫീസർ ചിദംബരമായിട്ട് വന്ന നായകൻ ശരത് കുമാറിന് മാത്രമേ കാര്യമായിട്ട് എന്തെങ്കിലും സിനിമയിൽ ചെയ്യാനുള്ളൂ എന്ന് തോന്നി. അദ്ദേഹം അത് വളരെ നന്നായിട്ട് നീറ്റായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ പടം തീരുന്ന ആ ഒരു ലാസ്റ്റ് സീനിൽ പുള്ളി ആ ഒരു ഇരിക്കുന്ന ഒരു ഭാഗത്ത് പുള്ളിയുടെ ഒരു എക്സ്പ്രഷൻ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ കൊള്ളാവുന്ന ഒരു ക്യാരക്ടർ ജോർജ് മരിയന്റേതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു രാത്രി സീനുണ്ട്, അത് ഭയങ്കര നൈസായിരുന്നു കേട്ടോ. കീർത്തനായിട്ട് വന്ന സിജ റോസിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അരവിന്ദായിട്ട് വന്ന ശ്രീകുമാറിന്റെ പെർഫോമൻസ് അത്ര കൺവിൻസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ചിലയിടത്തെ എക്സ്പ്രഷൻസ്, ഡയലോഗ് ഡെലിവറി ഒക്കെ കുറച്ച് മോശമായിട്ട് ഫീൽ ചെയ്തു. സുരേഷ് മേനോൻ, ഇനിയ, കലയരസൻ, ബേബി ആഴിയ തുടങ്ങിയവരും പടത്തിലുണ്ട്. വിക്രം മോഹന്റെ ഛായാഗ്രഹണവും സാൻ ലോകേഷിന്റെ എഡിറ്റിംഗും കൊള്ളാം. ഗവാസ്കർ അവിനാശിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്ഥിരം ത്രില്ലർ സിനിമകൾക്ക് വേണ്ടി ഇങ്ങനെ സ്റ്റോക്ക് ആക്കി വെച്ചേക്കുന്ന BGM യൂസ് ചെയ്തതുപോലെയാണ് തോന്നിയത്. പടത്തിൽ പാട്ടുകളൊന്നും ഇല്ല കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയൊക്കെ ആയിരുന്നെങ്കിലും വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള മേക്കിങ്ങും സ്ഥിരം ക്ലീഷേ സംഭവങ്ങളൊക്കെ പടത്തിന്റെ നെഗറ്റീവ് ആണ്. ലോജിക്കൽ പ്രോബ്ലംസ് ഒരുപാടുണ്ട്, പറഞ്ഞാൽ കുഞ്ഞ് സ്പോയിലേഴ്സ് ആകും. എന്നാലും വലിയ സംഭവമൊന്നുമല്ല, സോ പറയാതെയും വയ്യ, വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തോ. കില്ലർ സ്മൈൽ മാൻ ആണെന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കോപ്പി ക്യാറ്റ് കില്ലിംഗ് ആണെന്ന് പറയുന്നു. സൈക്കോക്ക് ക്ലീഷേ ബാക്ക് സ്റ്റോറി ഒന്നും ഇല്ല, പക്ഷെ പുള്ളി കൊല്ലാൻ തുടങ്ങിയ കാരണം ഭയങ്കര സില്ലി ആയിട്ട് തോന്നി. ഇപ്പൊ ഒരാൾ വീട്ടിൽ വന്നിട്ട് നമ്മളെ കാണാതെ അങ്ങ് പോയി, അപ്പൊ നമ്മൾ അയാളുടെ പിറകെ ചെന്ന് വിളിച്ചിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്ന് വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുന്നു. വാട്ട് കോക്കനട്ട് മാൻ. ഇത്രയും വിവരം കെട്ട പോലീസുകാർ CBCID ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നി. അലിബൈ എന്താണെന്ന് അറിയാതെ ചളിയടിക്കുന്ന പിച്ചുമണി എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ. പുള്ളിയുടെ ക്ലൈമാക്സ് പോലും സീരിയസ് ആയിട്ടുള്ള സീനിൽ മീഡിയയ്ക്ക് മുമ്പിൽ നിന്ന് എന്തൊക്കെയോ കോപ്രായം കാണിക്കുന്നു. എങ്ങനെയാണ് ഇയാളെ പോലീസിൽ എടുത്തതെന്നുള്ളതാണ് സംശയം. കോപ്പി ക്യാറ്റ് കില്ലിംഗ് എന്ന് കേട്ടിട്ടില്ലാത്ത സിജ റോസിന്റെ പോലീസ് ക്യാരക്ടർ, കഥയിൽ ഒരു ആവശ്യവുമില്ലാത്ത ഒരു സംഭവം, അതായത് ഒരു ക്യാരക്ടർ ഇടയ്ക്ക് വന്നിട്ട് കീഴടങ്ങുന്നു. അങ്ങനെ പ്രോപ്പറായി എഴുതാത്ത ക്യാരക്ടേഴ്സ് ആണ് ചില സംഭവങ്ങളൊക്കെ സിനിമയുടെ പോരായ്മയാണ്. ഹോളിവുഡ് പടമായിട്ടുള്ള ബോൺ കളക്ടർ, രാക്ഷസൻ, നമ്മുടെ തന്നെ മലയാളം പടം മെമ്മറീസ്, അതുപോലെ അഞ്ചാം പാതിര, ഓസ്ലർ, കൊറിയൻ പടമായ മെമ്മോയർ ഓഫ് എ മർഡറർ തുടങ്ങി കുറെ സിനിമകളുടെ ഇൻസ്പിറേഷൻ ഈ സിനിമയിൽ കാണാൻ പറ്റും. ആകെ മൊത്തം ടോട്ടലിൽ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ഒക്കെ ആയിരുന്നു, പക്ഷെ വളരെ വീക്കായി എഴുതിയ കൊണ്ടും മോശമായ ക്യാരക്ടറൈസേഷൻ കൊണ്ടും പടം ഒരു ആവറേജ് അനുഭവമായിട്ട് മാറിയിരിക്കുകയാണ്. സ്റ്റിൽ ഒരു തല്ലിപ്പൊളി പടം എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഒരുപാട് ബെറ്റർ ആക്കാമായിരുന്ന സ്ക്രിപ്റ്റ് ആണ്, ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നി. ത്രില്ലർ പ്രേമികൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. 2 മണിക്കൂർ 2 മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം. പടം തിയേറ്ററിലാണ് റിലീസ് ആയിട്ടുള്ളത്. ഞാൻ കണ്ടത് കോട്ടയം രമ്യ തിയേറ്ററിലാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണ്, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്ന്.